സർ, ഈ ബഡ്ജറ്റിനെ ഞാൻ പിന്തുണയ്ക്കുന്നു സർ. സർ, സൂര്യോദയ സമ്പദ്ഘടന എന്ന മനോഹരമായ നിരീക്ഷണത്തോടു കൂടി കേരള സമ്പദ്ഘടനയെക്കുറിച്ച് പറഞ്ഞ് നമ്മുടെ പ്രിയങ്കരനായ ധനമന്ത്രി അവതരിപ്പിച്ച 2024-25 ജനപക്ഷ ബജറ്റിനെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. കേരള വികസന മാതൃകയുടെ പശ്ചാത്തലത്തിൽ സൺറൈസ് എക്കോണമി എന്ന പ്രയോഗം എനിക്ക് വളരെ ആകർഷണീയമായി തോന്നി സർ. കാരണം കേരള വികസന മാതൃക ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി മതനിരപേക്ഷതയുടേത് ആണ്, സമാധാനത്തിൻ്റേതാണ്, സാമൂഹ്യ നീതിയുടേതാണ്, ഉയർന്ന ജീവിത നിലവാരത്തിൻ്റേതാണ്. ഇത് ഞാനോ അല്ലെങ്കിൽ ഈ സഭയിൽ ഭരണപക്ഷത്തുള്ള അംഗങ്ങളോ പറയുന്നതല്ല സാർ. നീതി ആയോഗിൻ്റെ ദേശീയ മൾട്ടി ഡയമെൻഷണൽ ദാരിദ്ര്യ സൂചിക പ്രകാരം ദാരിദ്ര്യം കുറവുള്ള സംസ്ഥാനമാണ് സാർ നമ്മളുടെ കേരളം. നീതി ആയോഗ് തയ്യാറാക്കിയ സുസ്ഥിര വികസന സൂചികയിൽ രാജ്യത്തെ ഒന്നാമത്തെ സംസ്ഥാനം, 2021 പബ്ലിക് അഫയേഴ്സ് ഇൻഡെക്സിലെ 1-ാം സ്ഥാനം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെ മികവിൻ്റെ സൂചികയിൽ 1-ാം സ്ഥാനം, ഏറ്റവും കൂടുതൽ സൗജന്യ ചികിത്സ നൽകുന്ന സംസ്ഥാനം, ഇന്ത്യ ടുഡേയുടെ എല്ലാം ചെയ്തിട്ടും സന്തോഷമില്ലാത്ത ജനങ്ങളാണെങ്കിൽ കാര്യമില്ലല്ലോ സാർ. ഇന്ത്യ ടുഡേയുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് സർവേയിലും കേരളത്തിന് 1-ാം സ്ഥാനമാണ് സാർ. സാർ, 1-ാം പിണറായി സർക്കാർ വരുമ്പോൾ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇങ്ങനെയായിരുന്നു എന്ന് പ്രതിപക്ഷത്തിൽ പൊതുവെ ആൾ കാണാറേ ഇല്ല. രാവിലെ വരും, ഡ്യൂട്ടി കഴിയും, പോകും, ഒരവസ്ഥയിലാണ്. പിന്നെ പ്രതിപക്ഷത്തോട് ഞങ്ങൾ ചോദിക്കുന്നില്ല സാർ, പ്രതിപക്ഷത്തെ നമ്മൾ വിലയിരുത്തണം സാർ. 1-ാം പിണറായി സർക്കാരിൻ്റെ അധികാരത്തിൽ വരുമ്പോൾ കേരളത്തിലെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല സാർ. സാർ, വ്യവസായവും കൃഷിയും 2016 മുമ്പുള്ള അനുഭവം ഇങ്ങനെ ആയിരുന്നില്ല. വിജ്ഞാനോൽപാദനത്തിലും വ്യാപനത്തിലും വേണ്ടത്ര പുരോഗതി ഉണ്ടായിരുന്നില്ല അക്കാലത്ത് എന്ന് മാത്രമല്ല, ആ മേഖലയെപ്പറ്റി ഒന്ന് ചിന്തിക്കാൻ പോലും അക്കാലത്തെ UDF സർക്കാർ തയ്യാറായിരുന്നില്ല, ഭരണാധികാരികൾ തയ്യാറായിരുന്നില്ല. സാർ, നമ്മൾക്ക് ഈ അടുത്ത കാലത്ത് നമ്മൾക്കെല്ലാം അനുഭവവേദ്യമായിട്ടുള്ള ചില വികസനത്തിൻ്റെ ഉദാഹരണങ്ങൾ പല അവസരങ്ങളിൽ നമ്മൾ സഭയിൽ പറഞ്ഞിട്ടുള്ളതാണ്. എന്നാലും ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാതെ പോകാൻ കഴിയുകയില്ല. സാർ, ഈ കേരളത്തിലെ വികസനത്തിൽ കൊല്ലം ബൈപ്പാസ്, ഇപ്പോൾ ഇവർ പറയും കേന്ദ്രം തന്നു എന്ന് പറയും. ഇപ്പം ഞാൻ നേരത്തെ റോജി സംസാരിച്ചപ്പോൾ ഞാൻ ഓർത്ത് കേന്ദ്രത്തിൻ്റെ വക്താവാണ് അവിടെ ഇന്ന് സംസാരിക്കുന്നതെന്ന് ഓർത്ത് എൻ്റെ പ്രിയ സുഹൃത്ത് സംസാരിച്ചപ്പോൾ മോദി സ്തുതി പോലെയാണ് എനിക്ക് തോന്നിയത്. കൊല്ലം ബൈപ്പാസ് എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് കേന്ദ്രത്തിലും കേരളത്തിലും UPA സർക്കാർ കേന്ദ്രത്തിലും കേരളത്തിൽ UDF സർക്കാർ ഉണ്ടായിരുന്നപ്പോഴും കൊല്ലം ബൈപ്പാസിലെ ഒന്ന് തൊടാൻ പോലും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ആലപ്പുഴ ബൈപ്പാസ് ഞങ്ങൾ ആലപ്പുഴക്കാരുടെ ചിരകാല സ്വപ്നമായിരുന്നു. ആലപ്പുഴ ബൈപ്പാസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലക്കാട് മുതൽ ഇങ്ങോട്ട് വരുന്ന MLA-മാരൊക്കെ അറിയാം. നിങ്ങൾ കാറിൽ വരുന്നവർക്ക് എന്ത് എളുപ്പത്തിലാണ്, മണിക്കൂറുകൾ ലാഭത്തിൽ നമുക്ക് ഇവിടേക്ക് എത്താൻ കഴിയും. ആലപ്പുഴ ബൈപ്പാസ് ഒരു മണൽക്കൂനയായിരുന്നു, അത് നമ്മൾക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് യാഥാർത്ഥ്യമാണ് സാർ. അത് പറയുമ്പോൾ പൊള്ളിയിട്ട് കാര്യമില്ല. തീരദേശ പാതയുടെ നിർമ്മാണം എങ്ങും ആയിരുന്നില്ല സാർ. അത് തുടങ്ങാൻ നമുക്ക് 2016 കഴിഞ്ഞു, അത് മുന്നോട്ട് പോകാൻ കഴിയുന്നു. മലയോര ഹൈവേയുടെ വികസനം ഇപ്പോൾ ഇവിടെ CK ഹരീന്ദ്രൻ MLA അടക്കമുള്ള തിരുവനന്തപുരത്തെ MLA-മാരുടെ മണ്ഡലങ്ങളിൽ നമ്മൾക്ക് നല്ല രൂപത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം തുടങ്ങാൻ കഴിയുന്നു. ഗെയിൽ ഞാൻ എടുക്കുന്നില്ല സാർ. ഗെയിൽ പൂർത്തീകരണം, ഗെയിൽ പൈപ്പ് ലൈൻ 18%. നിങ്ങൾ പരിശോധിച്ചു, വെറുതെ വാചകം ഓടിക്കാൻ വേണ്ടി പറയുന്നില്ല. 18% മാത്രമായിരുന്നു സാർ UDF സർക്കാരിൻ്റെ കാലത്ത് ഗെയിൽ ഇവിടെ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ ബാക്കി മുഴുവൻ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത് 1-ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് സാർ. അത് പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു സാർ. ഈ രൂപത്തിൽ 2016 ശേഷം ഇവർ പറയുന്നുണ്ട് 2016 ശേഷം എന്തോ പ്രത്യേകം സംഭവിച്ചു. ഒരുപാട് മാറ്റങ്ങൾ കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചു പറയുന്നത്, ഉള്ള കാര്യങ്ങളാണ് പറയുന്നത്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടാൽ 99 സീറ്റ് വീണ്ടും ഞങ്ങളെ അധികാരത്തിൽ കൊണ്ടുവരുമോ ജനങ്ങൾ? ഈ രൂപത്തിൽ 2016 ശേഷം അടിമുടി നവീകരിക്കപ്പെട്ട കേരളത്തിൻ്റെ തുടർ വികസനമാണ് ഈ ബജറ്റിലൂടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിരിക്കുന്നത് എന്ന പ്രത്യേകതയുണ്ട്. ബജറ്റ് പുസ്തകത്തിൻ്റെ 19-ാം പേജ് മുതൽ സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയെക്കുറിച്ച് വളരെ വിശദമായ കാര്യങ്ങൾ ധനകാര്യമന്ത്രി തന്നെ അതിൽ എഴുതി പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം തീർക്കുന്ന സാമ്പത്തിക ഉപരോധത്തെക്കുറിച്ച്, കിട്ടാനുള്ള തുകകളെക്കുറിച്ചൊക്കെ തന്നെ ഇതിൽ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. എന്നാൽ അതിലേക്ക് കടക്കുന്നില്ല സർ. പ്രകടന പത്രികയിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എപ്പോഴും എല്ലാവരും പ്രകടന പത്രികയാണല്ലോ നമ്മൾ ജനങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ആ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ അക്കമിട്ട് നിരത്തി ഓരോന്നായി നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. അതെല്ലാം പൂർത്തീകരിച്ചു, ജനങ്ങളോട് പറഞ്ഞു, പ്രോഗ്രസ് കാർഡ് ഇറക്കി, ജനങ്ങൾക്ക് വിശ്വാസമായി, ജനങ്ങൾ വീണ്ടും നമ്മളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും വലിയ ഭൂരിപക്ഷത്തോടെ സർക്കാരിന് അവസരം വീണ്ടും ലഭിച്ചിട്ടുള്ളത്. നമ്മുടെ കേരള വികസനത്തിൻ്റെ ഒരു മോഡൽ സാമൂഹ്യ നീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമഗ്ര വികസനമാണ്. വികസനം പറയുമ്പോൾ അവിടെ എല്ലാവർക്കും തുല്യ നീതി ലഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉറപ്പ് ഈ ഗവൺമെൻറ് നൽകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് ലൈഫ് വീട്. എന്തായാലും 4 ലക്ഷം വീട് കൊടുത്തു, അതൊരു യാഥാർത്ഥ്യമാണല്ലോ.
നിങ്ങൾ ഇപ്പം കിട്ടിയില്ല, അല്ലെങ്കിൽ ഇപ്പോൾ കടമാണ്, കേരളം മുടിഞ്ഞേ എന്നൊക്കെ പറഞ്ഞു വെക്കുമ്പോഴും ഞങ്ങൾ ഇവിടെ ലൈഫ് വീട് കൊടുത്തു, 4 ലക്ഷത്തിൻ്റെ മുകളിൽ വീട് കൊടുത്തു. വിദ്യാഭ്യാസം ഞങ്ങൾ 10 ലക്ഷത്തിൽ പരം കുഞ്ഞുങ്ങളെ അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് പിടിച്ച് ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. വെറുതെ കൊണ്ടുവന്നതല്ല, സർക്കാർ സ്കൂളുകൾ മെച്ചപ്പെടുത്തിയപ്പോൾ അവരിങ്ങോട്ട് വന്നു, വിശ്വാസമായി തനിയെ വന്നു. 10 ലക്ഷത്തിലധികം കുട്ടികൾ തനിയെ വന്നു. ആരോഗ്യ മേഖലയിൽ പണ്ട് കാലത്ത് എന്തായിരുന്നു, സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ പറയുന്നത് എന്തോ ധർമാശുപത്രി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാലമുണ്ട്. അവിടെ എന്തിനു ചെന്നാലും ഒരു ചുമന്ന മരുന്ന് കുപ്പിയിലിട്ട് തരുന്നൊരു കാലം ഉണ്ടായിരുന്നല്ലേ, അത് മാറി. അല്ലെങ്കിൽ എല്ലാവർക്കും കാല് മുറിഞ്ഞ ഉടനെ നീല കളർ മരുന്ന് തരുന്നൊരു കാലം പണ്ട് കാലത്ത് കേരളത്തിലുണ്ടായിരുന്നു. അതൊക്കെ മാറി സാർ. ഇവിടുത്തെ ആശുപത്രികളൊക്കെ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി സാർ. ഇപ്പോൾ അത് അനുഭവവേദ്യമല്ലേ. അവിടെ ഡോക്ടേഴ്സ് 12 മണി കഴിഞ്ഞാൽ മാഷിയിട്ട് നോക്കിയാൽ കാണുമായിരുന്നു. ഇപ്പം അവരുണ്ട് സാർ അവിടെ മുഴുവൻ സമയം. പിന്നെ ഇത്രയൊക്കെ കാര്യങ്ങൾ നടത്തുമ്പോഴൊക്കെ കുറേ പ്രയാസം വരും. കാരണം കേന്ദ്രം നല്ല സഹായമാണല്ലോ തന്നുകൊണ്ടിരിക്കുന്നത്. കഴുത്ത് ഞെരിച്ചുകൊണ്ടിരിക്കുകയല്ലേ കേന്ദ്രം. എങ്ങനെയാലും കേരളം ഇല്ലാതായി പോകണമെന്ന് കരുതുന്ന കേന്ദ്രത്തിന് എല്ലാ ഒത്താശയും പാടുന്നവരായി പോയല്ലോ പ്രിയപ്പെട്ട UDF സുഹൃത്തുക്കൾ എന്നുള്ള വിഷമം ഈ അവസരത്തിൽ പറഞ്ഞു പോവുകയാണ് സാറ്. വീട്, വിദ്യാഭ്യാസം, ആരോഗ്യം, പരിസ്ഥിതി, വൈജ്ഞാനിക സമ്പദ് വ്യവസ്ഥ തുടങ്ങിയ എല്ലാ മേഖലകളിലും ഇടപെട്ട് ചൂഷണരഹിതമായിട്ടുള്ള സോഷ്യലിസ്റ്റ് സമൂഹത്തിലേക്ക് നമ്മുടെ കേരളം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് സാർ. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഞാൻ 2016 നിയമസഭാ സാമാജികയായി വരുന്ന സമയത്ത്, അതിന് മുമ്പ് ഇടയ്ക്കിടയ്ക്ക് മാത്രം യാത്ര ചെയ്യുള്ളായിരുന്നു ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ. ഞാൻ ഈ തിരുവനന്തപുരത്തിൻ്റെ, ഇവിടെ ഒരുപാട് MLA-മാർ തിരുവനന്തപുരത്തിൻ്റെ മാത്രം കണ്ണഞ്ചിപ്പിക്കുന്ന വിസ്മയകരമായ വികസനം അല്ലേ, നമുക്ക് നേരെ അനുഭവമാണ് തിരുവനന്തപുരം പട്ടണത്തിൻ്റെ മാറ്റം. എന്ത് വലിയ വികസനങ്ങളാണ് സാർ വന്നിരിക്കുന്നത്. അപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം തന്നെയാണ് സാർ ഈ കേരളം നടത്തുന്നത്. സാർ ഇതെല്ലാം പറയുമ്പോഴും അസ്വസ്ഥരാവണ്ട, ഇതെല്ലാം സമാധാനമായിട്ട് കേൾക്കൂ. ഇതെല്ലാം പറയുമ്പോഴും ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധിയെ പറ്റി പറയാതെ പോകാൻ കഴിയുമോ സാർ? എന്തെന്ന് കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്, ഇല്ല എന്ന് ധനമന്ത്രിയും പറയുന്നില്ലല്ലോ, അദ്ദേഹവും പറയുന്നുണ്ട്. അത് പറയുമ്പോൾ അത് ഇവിടെ പറയാൻ പാടില്ല. അപ്പോൾ എന്ത് കേട്ടാൽ തോന്നും, ഇവിടെ എല്ലാവരും ധൂർത്തടിച്ച് ഇതെല്ലാം നശിപ്പിച്ചു എന്ന് തോന്നും. അതിലേക്ക് ഞങ്ങൾ കടക്കാം സാർ. എന്താണ് ധനപ്രതിസന്ധിക്ക് കാരണമെന്ന് ഞങ്ങൾക്ക് പറയാം. ഓരോരുത്തർക്കും പറഞ്ഞു പോയേ പറ്റുള്ളത്. കാരണം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് എത്ര കാലം നിങ്ങൾക്ക് പോകാൻ കഴിയും? ഈ കേരളത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ധനത് വരുമാനത്തിൽ വർധന ഉണ്ടാക്കിയ ഒരു പ്രതിസന്ധി വന്ന സമയത്ത് നമ്മൾ മാക്സിമം അതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. തനത് വരുമാനത്തിൽ വർധന ഉണ്ടാക്കി, കമ്മിയിൽ കുറവ് വരുത്തി, ധനാരോഗ്യം വീണ്ടെടുക്കാൻ വലിയ പരിശ്രമം നമ്മുടെ കേരളം നടത്തുകയാണ്. പക്ഷേ അങ്ങനെ ശ്രമിക്കുമ്പോഴും സംസ്ഥാനത്തെ ഞെരിക്കുന്ന കേന്ദ്ര നയങ്ങൾ എനിക്ക് അതിശയം തോന്നുന്നു. ഞാനെപ്പോഴും പ്രതിപക്ഷത്തിൻ്റെ നിങ്ങളെല്ലാം സംസാരിക്കാൻ കഴിവുള്ളവരാണ്, അതുകൊണ്ടാണല്ലോ നിയമസഭയിലേക്കൊക്കെ നിങ്ങൾ വരുന്നത്. പക്ഷെ നിങ്ങൾ ഒരിക്കൽ പോലും സാർ ഇവർ പറഞ്ഞേ കേട്ടിട്ടില്ല. കേന്ദ്രത്തിൻ്റെ ഒരു നയത്തിനെതിരെ ഇവർക്ക് ആർക്കും ഒരു അമർഷം. ഇന്ന് രാവിലെ പ്രിയപ്പെട്ട ഷാഫി പറയുന്ന കേട്ടോ, എല്ലാ സാധനത്തിനും വിലയില്ലാതായി എന്ന് പറഞ്ഞിട്ട് വളരെ മോശപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് മുഖ്യമന്ത്രിയെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്. ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പറ്റി അങ്ങനെ പറയാൻ നിങ്ങൾക്ക് അവകാശമില്ല. കാരണം ഇന്ന് കേരളത്തിൽ ഞങ്ങൾ നവകേരള സദസ്സ് നടത്തിയപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, 10,000 ജനങ്ങളാണ് ഒഴുകി പന്തലിലേക്ക് ഞങ്ങൾ നടത്തിയിട്ടുള്ള വേദിയിലേക്ക് 10,000 ജനങ്ങളാണ് വന്നത്. അവരെ ഞങ്ങളാരും പിടിച്ചെടുത്ത് കസേരയിൽ കൊണ്ടുവന്നതല്ല, അവർ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണ്. അവർ കേരളത്തിലെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും കാണാനും അവരോട് ആശയം പങ്കുവെക്കാനും അവിടെ പരാതി നൽകാനും അവരെ കേൾക്കാനും നിർദ്ദേശങ്ങൾ നൽകാനും കേരളത്തിൻ്റെ പുരോഗതിയെപ്പറ്റി പറയാനും ഒക്കെ വന്നതാണ് സാർ. ഒരുപാട് അനുബന്ധ പരിപാടികളും ഞങ്ങൾ നടത്തിയിരുന്നു സാർ. അല്ലാതെ നിങ്ങൾ പറയുന്നത് പോലെ അത് ഞങ്ങൾ പലപ്പോഴും അസൂയ എന്ന് പറയുന്ന ഒരു വികാരമാണ് സാർ ഇപ്പോൾ UDF-നെ ഭരിക്കുന്നത്. മരുന്നില്ല, വലിയ പ്രയാസമാണ്. നമ്മൾ പറയും 2 കാര്യങ്ങൾക്കും മരുന്ന് കണ്ടുപിടിക്കാൻ പാടാണെന്ന്. അത് ഹെയർ ഫിക്സ് ചെയ്യുമെങ്കിലും ചെയ്യാം, പക്ഷേ അസൂയക്കുള്ള മരുന്ന് വലിയ പ്രയാസമാണ്. ധനമന്ത്രിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പ്രത്യേകം ചെയ്യാൻ കഴിയുവാണെങ്കിൽ ഈ ബജറ്റിൽ അതിനൊരു മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആരോഗ്യമന്ത്രി ചെറുതൊരു ഗവേഷണം നടത്തി ഇത് കൊടുത്താൽ UDF-നെ നമുക്കൊന്ന് മെച്ചപ്പെടുത്താനായിട്ട് നോക്കാം. ഞാൻ റോജിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. മോഹൻ ഭാഗവതിൻ്റെ എന്തെങ്കിലും അകന്ന ബന്ധുവാണോ ഇവിടെ വന്നെന്ന് സംസാരിക്കുന്നതെന്ന് ഓർത്ത്. അദ്ദേഹം എന്ത് കരുതലാണ് ഈ മനുഷ്യന് എന്നാ ഞാൻ ഓർത്ത. കേന്ദ്രത്തെ പറ്റി എന്ത് കരുതലാണ് അദ്ദേഹം. കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക നയങ്ങളെപ്പറ്റി ഒരു വാക്ക് പറയാതെ കേരളം എല്ലാം ഇങ്ങനെ നശിച്ചു പോട്ടെ, അല്ലെങ്കിൽ നിങ്ങളെന്തോ ദൂർത്ത് കാണിച്ചുകൊണ്ട് നിങ്ങൾ നശിച്ചു പോട്ടെ ഇതാണ് പറയുന്നത്. സർ കേന്ദ്രം 3 രീതികളിലല്ലേ, ഇപ്പോൾ അത്യാവശ്യം അപ്പുറത്ത് വളരെ പരിണതപ്രജ്ഞരായ ഒരുപാട് സീനിയർ അംഗങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം. 3 രീതികളിലല്ലേ കേന്ദ്രം നമുക്ക് ധനസഹായം നൽകുന്നത്. ആ 3 രീതികളിൽ ഇപ്പം വെള്ളം ചേർന്നിരിക്കുകയല്ലേ. ഫിനാൻസ് കമ്മീഷൻ തീർപ്പുപ്രകാരമുള്ള നികുതി വിഹിതം അതിൽ വർധനവേ ഉണ്ടായിട്ടില്ല. കേന്ദ്രം തരുന്ന ഗ്രാൻറ്റുകൾ മറ്റും ഫിനാൻസ് കമ്മീഷൻ ശുപാർശ ചെയ്ത ഗ്രാൻറ്റുകൾ മാത്രമല്ല, കേന്ദ്ര സർക്കാർ അല്ലാതെ തരുന്ന ഗ്രാൻറ്റുകൾ ഉൾപ്പെടുന്നുണ്ട്. ഇതിൽ 30,000 കോടി രൂപ ലഭിച്ച സ്ഥാനത്ത് 2023 27,000 കോടി രൂപയാണ് സാർ നമുക്ക് ലഭിച്ചത്. അവിടെ 10% കുറവുണ്ടായി. അതുപോലെ തന്നെ കേന്ദ്രം അനുവദിക്കുന്ന വായ്പയിൽ ഭീകരമായ ഒരു ഭീമമായ ഇടിവാണ് സാർ ഉണ്ടായത്. 43,000 കോടി രൂപ വായ്പ എടുക്കാൻ അനുമതി ലഭിച്ചതിൽ 2023 അത് 22,000 കോടി രൂപയായി വെട്ടിക്കുറച്ചു സാർ. ആ തരത്തിൽ നമ്മൾ ഉമ്മൻചാണ്ടി സാർ ഇരിക്കുന്ന കാലത്ത് ഞങ്ങൾ പറയും, ആ സമയത്ത് നേരത്തെ അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രൻ്റെ ആദ്യത്തെ പ്രസംഗമൊക്കെ ഞങ്ങൾ കേട്ടു, സന്തോഷം. പക്ഷേ അങ്ങ് അറിയേണ്ട ഒരു കാര്യം, ആ കാലത്ത് നമുക്ക് 600 രൂപ വെച്ചല്ലേ പെൻഷൻ കൊടുക്കാൻ കഴിഞ്ഞുള്ളൂ.
18 മാസത്തെ പെൻഷൻ കുടിശ്ശികയല്ലായിരുന്നു സാർ? 62 ലക്ഷം പേർക്ക് 1600 വീതം. സാർ ഇന്ന് 11,000 കോടി രൂപ അങ്ങേക്ക് പറയാം സാർ. 62 ലക്ഷം പേർക്ക് സാർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിനോട് വൈരാഗ്യമില്ല സാർ. ഞങ്ങൾക്ക് സ്നേഹമേ ഉള്ളൂ സാർ. പക്ഷേ ഫാക്റ്റാണ് സാർ. 62 ലക്ഷം പേർക്ക് 1600 വീതം 11,000 കോടി രൂപയാണ് സാർ ഇന്ന് ഗവൺമെന്റ് പെൻഷൻ കൊടുക്കുന്നത് സാർ. ജനസംഖ്യയുടെ 20% പേർക്ക് പെൻഷൻ കൊടുക്കുന്ന കേരളം സാർ. ജനസംഖ്യയുടെ 20% പേർക്ക് പെൻഷൻ കൊടുക്കുന്ന സംസ്ഥാനമാണ് സാർ. സാർ കർണാടകയിൽ നൽകുന്ന ആനുകൂല്യത്തെ പറ്റി ഇന്നലെ പ്രിയ സുഹൃത്ത് പറയുന്നുണ്ട്. കർണാടകയിൽ സൗജന്യ യാത്ര, ആഹാ എന്ത് രസം. കേരളത്തിൽ പെൻഷൻ കൊടുക്കുക മോശം, ദൂർത്ത്. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ ജനങ്ങളുടെ കണ്ണില് കൊടിയിടാൻ ശ്രമിക്കരുത് സാർ. സാർ ഒരു വാക്കുകൂടി പറഞ്ഞു നിർത്താം സാർ. ഒരു മിനിറ്റ് തരണം. കേരളത്തോട് കേന്ദ്രം വല്ലപ്പോഴും സാർ, ഞങ്ങൾക്ക് സ്ത്രീകളൊക്കെ ഒരുപാട് സംസാരിക്കുന്ന സഭയല്ല സാർ. ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കാനായിട്ട് അവസരം കിട്ടുന്ന സമയം, കാരണം സാർ സംസാരിക്കാൻ 1 മിനിറ്റ് സമയം തരണം. കേരളത്തോട് സാർ കേന്ദ്രം കടുത്ത സാമ്പത്തിക ഉപരോധം തീർക്കുമ്പോൾ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ വെട്ടിക്കുറച്ചും സ്കൂൾ ഉച്ചഭക്ഷണ പദ്ധതിക്കും കേന്ദ്രവിഹിതം മുടക്കിയും നെല്ല് സമരത്തിനുള്ള കേന്ദ്രവിഹിതം 616 കോടി. ഇന്നലെ KD പ്രസേൻ MLA ഇവിടെ കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു. 616 കോടിയാണ്. ആ ഒരു വാക്ക് പോലും ഷാഫി പറമ്പിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് ഞങ്ങളെ അതിശയിപ്പിക്കുന്നത് സാർ. ഇത്രയും സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി പോകുമ്പോഴും കേന്ദ്രത്തിൽ നിന്ന് അർഹമായ വിഹിതം ചോദിക്കാൻ ഐതിഹാസികമായ ഡൽഹി സമരത്തിൽ പങ്കെടുക്കാതെ പുറകിൽ നിന്ന് കുത്തിയവരാ സാർ ഈ UDF. ധനമന്ത്രിക്ക് നൽകാൻ എടുത്ത നിവേദനത്തിൽ ഇവർ ഒപ്പിട്ടില്ല സാർ. സംഘത്തോടൊപ്പം ഒറ്റക്കെട്ടായി നിന്നില്ല സാർ. എന്താ നിങ്ങൾ പറഞ്ഞത്? നിങ്ങളെ ക്ഷണിച്ചില്ല എന്നാണ് സാർ പറഞ്ഞത് സാർ. ഒരേ സമയം വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ഇരയെ കുറ്റപ്പെടുത്തുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് സാർ ഈ പ്രതിപക്ഷം ചെയ്യുന്നത് സാർ. ഇന്ന് മഹാകവി പ്രിയകവി ONVയുടെ ഓർമ്മ ദിനമാണ് സാർ. സാർ RSSകാരോടും വിഘടനവാദികളോടും ഈ പശ്ചാത്തലത്തിൽ ഇന്ന് കേരളത്തിലെ UDFകാരോടുമായിട്ടായിരിക്കും സാർ അദ്ദേഹത്തിന്റെ അനുഭവക്കുറിപ്പിലെ വരികൾ ഓർമ്മിപ്പിക്കുന്നത്. വെട്ടിമുറിക്കരുത് ഈ പുണ്യഭൂമിയെ, തൊട്ട് നിറകിൽ വെച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. ദയവേത് ഈ കേരളത്തെ ജനിക്കുന്ന കേന്ദ്രത്തിന്റെ സമീപനങ്ങൾക്ക് ഒത്താശ പാടുന്ന രീതികൾ മാറ്റി പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേന്ദ്രത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമുക്ക് ഒന്നിച്ചു നിൽക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ബജറ്റിന് സർവാത്മന പിന്തുണയ്ക്കുന്നു.